നമസ്കാരം. ഈ 2025 വർഷത്തിലെ ആദ്യ തടവുകാരിയായിട്ടാണ് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഷാരോൺ വധക്കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ എത്തിയത്. ജയിലിൽ 1/2025 ഗ്രീഷ്മയുടെ നമ്പർ. ജയിലിലെ 14-ാം ബ്ലോക്കിൽ 11-ാം നമ്പർ സെല്ലിൽ 2 റിമാൻഡ് പ്രതികൾക്കൊപ്പമാണ് ഗ്രീഷ്മയെ പാർപ്പിച്ചിരിക്കുന്നത്. വിചാരണ കാലത്തും ഗ്രീഷ്മയെ ഇതേ സെല്ലിൽ തന്നെയായിരുന്നു പാർപ്പിച്ചിരുന്നത്. എന്നാൽ സഹതടവുകാരുടെയൊക്കെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മാവേലിക്കര വനിതാ സ്പെഷ്യൽ ജയിലിലേക്ക് ഗ്രീഷ്മയെ മാറ്റിയിരുന്നു. വധശിക്ഷാ വിധി കേട്ട ശേഷവും ഇപ്പോൾ യാതൊരു കൂസലുമില്ലാതെ ചിത്രം വരച്ചിരിക്കുന്ന ഗ്രീഷ്മയെ കണ്ട് ജയിലിലെ ഉദ്യോഗസ്ഥർ പോലും ഇപ്പോൾ അമ്പരന്നിരിക്കുകയാണ്. അഭിഭാഷകരടക്കം ആരും ഈ ദിവസങ്ങളിൽ ഗ്രീഷ്മയെ കാണാൻ എത്തിയില്ല എന്ന് ജയിൽ അധികൃതർ പറയുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരെ പ്രത്യേക സെല്ലിൽ പാർപ്പിക്കണമെന്നാണ് ചട്ടമെങ്കിലും അപ്പീൽ സാഹചര്യം ഉള്ളതുകൊണ്ടാണ് പ്രത്യേക സെല്ലിലേക്ക് ഗ്രീഷ്മയെ മാറ്റാത്തത്. കോടതി ശിക്ഷ വിധിച്ചതിനാൽ ഇനി ജയിലിലെ ജോലികൾ ഗ്രീഷ്മയ്ക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഭക്ഷണപ്പുരയിലോ പാവ പോലെയുള്ള കരകൗശല വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്നിടത്തോ തയ്യൽ യൂണിറ്റിലോ ഒക്കെ ആയിരിക്കും ഗ്രീഷ്മയുടെ ജോലി ഇനി ഉണ്ടാകുക. ഗ്രീഷ്മയുടെ താല്പര്യം കൂടി കേട്ട ശേഷമായിരിക്കും ജോലിക്ക് നിയോഗിക്കുക. എന്നാൽ തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് ഗ്രീഷ്മയ്ക്ക് ജോലി നൽകില്ല എന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന പരിഗണനകൾ അത് ഗ്രീഷ്മയ്ക്ക് ജയിലിനുള്ളിൽ ലഭിക്കുമെങ്കിലും ഇവർക്ക് മറ്റ് പ്രതികളേക്കാൾ കൂടുതൽ നിരീക്ഷണം ഉണ്ടാകുന്നതാണ്. ജാമ്യമോ മറ്റ് പരോളോ ഒന്നും തന്നെ ലഭിക്കുകയില്ല. ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത് വരെ ഗ്രീഷ്മയ്ക്ക് ജാമ്യമോ പരോളോ ഒന്നും തന്നെ ലഭിക്കാനിടയില്ല. റിമാൻഡ് തടവുകാരിയായിട്ട് 1.5 വർഷത്തോളം ഇവിടെ കഴിഞ്ഞതിനാൽ തന്നെ പല തടവുകാരെയും ഗ്രീഷ്മയ്ക്ക് നന്നായിട്ട് പരിചയമുണ്ടെങ്കിലും അധികം ആരോടും ഗ്രീഷ്മ സംസാരിച്ചിട്ടില്ല. കേരളത്തിൽ വധശിക്ഷ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീയാണ് ഗ്രീഷ്മ. കൊല നടത്തുമ്പോൾ 22 വയസ്സായിരുന്നു ഗ്രീഷ്മയുടെ പ്രായം. സംസ്ഥാനത്ത് വധശിക്ഷ കിട്ടുന്ന 3ാമത്തെ സ്ത്രീയാണ് ഗ്രീഷ്മ. കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച വിധുകുമാരൻ തമ്പി കൊലക്കേസിലെ പ്രതി വിനിതകുമാരിയാണ് കേരളത്തിൽ ആദ്യം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സ്ത്രീ. തിരുവനന്തപുരം മിലിറ്ററി ക്യാമ്പിനടുത്ത് കട നടത്തിയിരുന്ന വിധുകുമാരൻ തമ്പിയുടെ ഭാര്യ വിനിതയെ 2006 മാർച്ചിൽ കൊല്ലം ജില്ലാ സെഷൻസ് അതിവേഗ കോടതി ജഡ്ജി ഫ്രാൻസിസ് ആണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. പിന്നീട് മേൽക്കോടതി ജീവപര്യന്തമായിട്ട് ശിക്ഷ കുറയ്ക്കുകയായിരുന്നു. വിനിതയും അതോടൊപ്പം തന്നെ സുഹൃത്ത് രാജുവും ചേർന്നുകൊണ്ട് അമിതമായി മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. മൃതദേഹം കാറിൻ്റെ ഡിക്കിയിൽ കിടത്തി ഊട്ടിയിലെത്തിച്ച് അവിടെ ഒരു കൊക്കയിൽ തള്ളുകയായിരുന്നു. വിനിതയും ഇപ്പോൾ അട്ടക്കുളങ്ങര ജയിലിലാണ്. ഇനി അതുപോലെ വിഴിഞ്ഞം മുല്ലൂർ ശാന്തകുമാരി വധക്കേസിൽ 1ാം പ്രതിയായിട്ടുള്ള കോവളം സ്വദേശി റഫീക്ക ബീവിക്കാണ് 2ാമത് വധശിക്ഷ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മെയ് മാസം നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി തന്നെയാണ് റഫീക്ക ബീവിക്കും വധശിക്ഷ വിധിച്ചത്. ഇപ്പോൾ 3ാമതായിട്ട് ഷാരോൺ വധക്കേസിൽ 1ാം പ്രതിയായിട്ടുള്ള പാറശാല ശ്രീനിലയത്തിൽ ഗ്രീഷ്മയ്ക്ക് കഴിഞ്ഞ ദിവസം കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവ് വിധിച്ചിട്ടുണ്ട്. 2002 ഒക്ടോബർ 14 ഗ്രീഷ്മ കാമുകനായിട്ടുള്ള ഷാരോൺ രാജിന് കഷായത്തിൽ വിഷം കലർത്തി നൽകിയത്. ഒക്ടോബർ 25 ഷാരോന്റെ മരണം. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.